RSSന്റെ സാംസ്കാരിക മേന്മയെക്കുറിച്ച് പറയുമ്പോൾ അതെന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഭരണഘടനയുണ്ട്. കാരണം പണ്ട് നിരോധനം നീക്കാൻ ഭരണഘടന ഉണ്ടായേ മതിയാവൂ എന്ന് സർക്കാർ നിബന്ധന വെച്ചു. അതുകൊണ്ടൊരു ഭരണഘടന ഉണ്ടാക്കിയെന്ന് കേട്ടിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? താങ്കൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അല്ല, RSSനെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചർച്ചയാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഞാനിത് മനസ്സിലാക്കിയത് RSSന്റെ പ്രസക്തി ഈ ഒരു സ്വാതന്ത്ര്യ ദിന സന്ദേശത്തിൽ വരുവാൻ മാത്രമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്കറിയാം. RSSന്റെ പ്രസക്തി അറിയണമെങ്കിൽ RSS എന്താണെന്ന് മനസ്സിലാക്കണം. RSS എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം. RSS വലിയ സംഘടനയാണെന്ന് താങ്കളും പറയുന്നു, മോദിയും പറയുന്നു. RSS വലിയ സംഘടനയാണോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ പോലും അതിന്റെ മെമ്പർഷിപ്പിന്റെ കണക്ക് നോക്കണം. അതുപോലും ഇല്ല. നിങ്ങൾ പറയുന്നു RSS വലിയ സംഘടനയാണെന്ന്, അതിന് കണക്കൊന്നുമില്ല. RSS സാംസ്കാരിക സംഘടനയാണ് നിങ്ങൾ പറയുന്നു. അതിന്റെ ഭരണഘടന നമ്മളാരും കണ്ടില്ല. ഇതൊക്കെ ഒരു അവകാശവാദം പോലെ പറയാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്. ഇതിനൊക്കെ വല്ല അല്ല NGO എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു കണക്കും തൊപ്പിയൊക്കെ വേണ്ടേ? അതാണ് ഈ കണ്ണട ചിരുട്ടാക്കുന്നതിന് യാതൊരു രീതിയിലുള്ള ചികിത്സയും നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റില്ല. കാരണം ഇന്നിപ്പോ BJPക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നതിൽ മിക്ക ആളുകളും RSS ആണെന്ന് പറഞ്ഞാൽ താങ്കൾ പറയുന്നത് കള്ള വോട്ട് ചെയ്താണ് BJP ജയിച്ചത് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇത്തരത്തിൽ കണ്ണട ചിരുട്ടാക്കുകയാണെങ്കിൽ, ഉറക്കം അടിച്ചു കിടക്കുകയാണെങ്കിൽ അവരെ ഉണർത്താൻ പറ്റില്ല എന്നുള്ളതാണ്. അതേസമയം അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇപ്പൊ ഇവിടെ വളരെ കൃത്യമായി ഞാൻ പറയുകയാണ്, ഈ ബാഡ് വർക്ക്സ്മെൻ ദേ ബ്ലെയിം ദെയർ ടൂൾസ് എന്ന് പറയുന്നത് പോലെ ഇന്ന് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം പരാജയപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതെ വീണ്ടും ബിജു നായരോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, ജിൻഡോയ്ക്ക്. അതിനുശേഷം ഇപ്പൊ BJPക്ക് അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ വളരെ വ്യക്തമായി പറയാണ്, ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ പ്ലീസ്? തീർച്ചയായും. ഓക്കെ, താങ്കളോട് ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. താങ്കൾ പറഞ്ഞ മറ്റു രാഷ്ട്രീയ വിമർശനങ്ങൾക്കുള്ള മറുപടി ഞാൻ പിന്നെ അവസരം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞോളൂ. ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. താങ്കൾ RSSന്റെ ഭരണഘടന കണ്ടിട്ടുണ്ടോ? RSSന് മെമ്പർഷിപ്പ് ഉണ്ടോ? ഇത്ര ലക്ഷം മെമ്പർമാരുണ്ട് എന്ന് നിങ്ങൾ എങ്ങനെ പറയുന്നു? എങ്ങനെയാണ് മെമ്പർഷിപ്പ് ഫോം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടോ? മെമ്പർഷിപ്പ് ഉള്ള ആളുകളെ താങ്കൾ കാണിച്ചു തരാമോ? മെമ്പർഷിപ്പ് ഫോം ഉണ്ടോ? RSSന്റെ ഭരണഘടന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമോ? എന്താണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഒറ്റ ചോദ്യം. അതെ, ഈ ഒരു ഒറ്റ ചോദ്യം തന്നെ വന്നിരിക്കുന്നത് RSS എങ്ങനെയുള്ള സംഘടനയാണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഞാൻ RSSന്റെ ഒരു പ്രവർത്തകൻ അല്ല എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, RSS ശാഖയിൽ ഞാൻ പോയാൽ അവിടെ ഒരിടത്തും എഴുതി വെക്കേണ്ട കാര്യമില്ല, RSSന് ഒരു ID കാർഡും ഇല്ല. എല്ലാവരെയും ഇൻക്ലൂസീവായിട്ട് ആ ഒരു പരിസരത്തുള്ള ആർക്ക് വേണമെങ്കിലും RSS ശാഖയിലേക്ക് നടന്നു കയറി ചെന്ന് അവിടെ പ്രവർത്തിക്കാമെന്നുള്ളതേ ഉള്ളൂ. അത്ര തുറന്ന ഒരു മനസ്സാണ് അവർ കീപ്പ് ചെയ്യുന്നത്. ഇതൊരു രഹസ്യമല്ല ഞാൻ പറയുന്നത്. RSSന്റെ നേതാക്കൾ തന്നെ വിളിച്ചു പറയുന്നതാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഓരോ ആളുകളെയും ചേർത്തിട്ട് അവരെ ഭരണഘടന കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇത് സമ്മതമാണോ എങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്യൂ, അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ID കാർഡ് തരുന്നു, അങ്ങനെ നാളെ തൊട്ട് നിങ്ങൾ RSS പ്രവർത്തകനാകുന്നു, നാളെ തൊട്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നു. ഇത്തരത്തിലുള്ള സങ്കുചിതമായ ഒരു ഓർഗനൈസേഷനാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ വ്യവസ്ഥ എന്നാണ് പറയാ. ഏത് ആശയത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള വ്യവസ്ഥ, അല്ലാതെ എപ്പോഴത്തെയും കളം നോക്കി എന്തും പ്രവർത്തിക്കാം, ഏത് നൈതിക വിരുദ്ധമായ പണിയും എടുക്കാം എന്നാണ് അർത്ഥം. അല്ല ബിജു നായർ, അതിന്റെ അർത്ഥം ഭരണഘടനാപരമായ കെട്ടുപാടുകളൊന്നുമില്ല. ഏത് കളിയും കളിക്കാം, എങ്ങോട്ടേക്കും ഒഴുകാം, ഏത് വിഷവാചകവും പറയാം എന്ന പ്രശ്നമുണ്ട്. വേറെ ഇപ്പൊ കോൺഗ്രസിനോടായാലും CPM-നോടായാലും നമുക്ക് ഈ പല ചോദ്യങ്ങളും ചോദിക്കാൻ കഴിയുക, നിങ്ങൾക്കൊരു നയരേഖ ഉണ്ടല്ലോ, ആ നയരേഖയ്ക്ക് പുറത്തുകൂടിയാണല്ലോ നിങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന് ചോദിക്കാം. നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് നയരേഖ തന്നെയും ഇല്ല. നിങ്ങളുടെ നയരേഖ എല്ലാവർക്കും അറിയാം, പക്ഷെ അത് എഴുതി വെച്ചിട്ടില്ല. പണ്ടൊരു നയരേഖ ഉണ്ടാക്കി ഭരണഘടന, അത് നിരോധനം മാറ്റാൻ വേണ്ടിയായിരുന്നു, അത് പുറത്തു വിട്ടിട്ടില്ല. പുറത്തു വിടാത്തതിൻ്റെ കാരണം എന്താണ്? പണിയെടുക്കേണ്ടത് വേറെയാണെന്ന് നല്ലപോലെ RSSന് അറിയാവുന്നതുകൊണ്ടാണ്. ഞാൻ ചോദിക്കുന്നത്, ലോകത്തെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടന എന്ന് പറയണമെങ്കിൽ അതിന് കണക്ക് വേണം, അത് നിങ്ങളുടെ ഇല്ലാതാനും. അല്ലെ, ഇപ്പൊ അവിടെയാണ്
അവിടെയാണ് വളരെ കൃത്യമായി ഇത്ര ശാഖകളുണ്ട് എന്നുള്ളതിന് ഇവിടെ ഡോക്യുമെന്റേഷൻ കാണിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തി താങ്കളെ പോലെയുള്ള മീഡിയ ആങ്കറുകളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അത് ഫ്രെയിം ചെയ്ത് വെച്ച് അതിൻ്റെ പേരിലൊരു ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്തൊന്നും പ്രവർത്തിക്കേണ്ട യാതൊരു ആവശ്യവും RSSന് ഇല്ല എന്നുള്ളതാണ് RSSന്റെ ഏറ്റവും വലിയ ശക്തി. ജനങ്ങളാണ് ഇന്ന് RSSന്റെ കൂടെ നിൽക്കുന്നത്, ജനങ്ങളാണ് BJPക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അധികാരമുള്ളത്. അതിൻ്റെ പുറത്താണ് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരും ഓഡിറ്റ് ചെയ്തത് കൊണ്ടോ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്തത് കൊണ്ടോ ഇതുപോലെയുള്ള കള്ളങ്ങൾ പറഞ്ഞു പരത്തിയത് കൊണ്ടോ അത് ഒരു തവണയല്ല 100 തവണയല്ല 1000 തവണ വീണ്ടും വീണ്ടും അത് സ്ഥാപിക്കാൻ ശ്രമിച്ചത് കൊണ്ടോ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. അതാണ് താങ്കൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഞാൻ വീണ്ടും പറയുകയാണ്, ഇവിടെ മെമ്പർഷിപ്പ് ഇല്ല, മെമ്പർഷിപ്പ് ഫോം ഇല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭരണഘടന ഇല്ല.